ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ രാവിലെ കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിൽ പോകാൻ പോവാണ്. ഏകദേശം സമയം ഒരു 5 മണിയായി കാണും. അപ്പോൾ ഞങ്ങൾ രാവിലെ റെഡിയായി ബൈക്കിലാണ് പോകുന്നത്. കുമാരകോവിലാണ് പോകുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, ഇത്തിരി പ്രസിദ്ധമായ സ്ഥലമാണ്. ഞങ്ങൾ പോകുന്ന വഴി ഞങ്ങളുടെ അവിടുത്തെ പള്ളിയിൽ ഒരു ഉത്സവമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ നേരം വെളുക്കുന്നതിന് മുന്നേ പോകണം, കാരണം ഇല്ലെങ്കിൽ തിരക്കാവും, പിന്നെ വെയിൽ, കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് നേരത്തെ ഇറങ്ങി. ഞങ്ങൾ പാറശാല കഴിഞ്ഞു. പിന്നെ എന്താ പറയുക, നല്ല ക്ലൈമറ്റായിരുന്നു, തണുപ്പുണ്ടായിരുന്നു. മഴ പെയ്തതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. പിന്നെ ഇത് കളിയിക്കാവിള എത്താറായി. ഇത് കളിയിക്കാവിള ബസ് സ്റ്റാൻഡാണ്, അവിടുത്തെ ചന്ത. എല്ലാവർക്കും അറിയാമായിരിക്കുമെങ്കിലും ഞങ്ങൾ പോകുന്നതുകൊണ്ട്, ഒരു വ്ലോഗ് ആയതുകൊണ്ട് ഇതൊക്കെ പറയുന്നതേ ഉള്ളൂ. പിന്നെ തമിഴ്നാട്ടിലെ ബസ്സാണ് അത് പോകുന്ന ഫ്രണ്ടിൽ കൂടി, പച്ച ബസ്. ഞങ്ങളവിടെയൊക്കെ ഇത് സാധാരണയാണ്, കാരണം ഞങ്ങൾ തമിഴ്നാടിൻ്റെ ഏകദേശം ഒരു അതിർത്തി പോലെയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ബസ് ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. എന്നിട്ട് എന്താ പറയുക, നല്ല മഞ്ഞിൻ്റെ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. മഞ്ഞ് ഇങ്ങനെ പോകുന്നത് രാവിലെ പോയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഇങ്ങനെ മഞ്ഞുള്ളതായിട്ടൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോഴത്തേക്കും നല്ല മഞ്ഞുണ്ടായിരുന്നു. റോഡിലൊക്കെ നല്ല മൂടൽ മഞ്ഞ് ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. ഇത് മാർത്താണ്ഡം പാലമാണ്. അങ്ങനെ ഞങ്ങൾ പാലം കയറി ഇങ്ങനെ പോവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മഞ്ഞ്. ഇത് ക്യാമറയിൽ എത്രത്തോളം കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ നല്ല മഞ്ഞുണ്ടായിരുന്നു. അവിടെയൊക്കെ ഭയങ്കര മഞ്ഞായിരുന്നു. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ. പക്ഷേ ഫോണിൽ കൂടെ അത്രയും ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല എങ്കിലും. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ ഏകദേശം ഒരു 6 മണിയൊക്കെ ആവാറായി. ആ സമയത്താണ് നമ്മൾ അവിടെ എത്താറായത്. അപ്പോഴത്തേക്കും അവിടെ എത്താറാകുമ്പോഴത്തേക്കും തന്നെ മല ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം നല്ല ഭംഗിയിൽ ഇങ്ങനെ മലയൊക്കെ കാണാൻ പറ്റി. എന്നിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എത്താറായി ഏകദേശം ഒരു 6:15 ആയപ്പോഴത്തേക്കും അവിടെ എത്തി. ഇതാണ് അതിൻ്റെ ആ ഒരു ആർച്ച് എന്ന് പറയുന്ന അമ്പലത്തിൻ്റെ ആർച്ച്. ഇനി ഉള്ളിലോട്ട് പോകുമ്പോൾ നല്ല മലകൾ, വാഴത്തോട്ടമൊക്കെ കാണാൻ പറ്റും. അത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ മലയും ആ ഒരു ഇതും. ശരിക്കും ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലിയറായിട്ട് ഇങ്ങനെ കിട്ടുന്നത് ആദ്യമായിട്ടാണ്. മുമ്പൊക്കെ എടുക്കുമ്പോഴൊക്കെ അങ്ങനെ ക്ലിയറായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോയി. ഇതാണ് അമ്പലം, എല്ലാവർക്കും അറിയായിരിക്കും, കുമാരകോവിലെന്ന് പറയും. ശരിക്കുള്ള പേര് എന്തോ ആണ്, അത് ഇത്തിരി വലിയ പേരാണ്, അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കുമാരകോവിൽ, അതാണ് ഞങ്ങൾ പറയുന്നത്, കുമാരകോവിൽ. അപ്പം ശരിക്കും പടിയൊക്കെ ഉണ്ട്. അത്ര വലിയ പാടൊന്നുമില്ല കയറാൻ, എങ്കിലും അത്യാവശ്യം പാടുണ്ട്. അങ്ങനെ ഞങ്ങൾ കോവിലൊക്കെ തൊഴുതിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. അവിടെ നിന്ന് വാങ്ങിച്ച ആ പൂജാ സാധനങ്ങൾ വെക്കുന്ന ഒരിതുണ്ട്, താലം പോലത്തെ, അതിനെ അവിടെ തിരിച്ചേൽപ്പിക്കണം. അപ്പം അങ്ങനെ അതിനെ തിരിച്ചേൽപ്പിക്കാനുള്ള പോക്കാണിത്. അത് കഴിഞ്ഞിട്ട് ഇത് അവിടുത്തെ കുളമാണ്, നല്ല ഭംഗിയുള്ള കുളം, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ കയറി.
ഞാൻ മസാല ദോശ വാങ്ങി, ഏട്ടനാണെങ്കിൽ പൂരിയാണ് വാങ്ങിയത്. അങ്ങനെ അതെല്ലാം കഴിച്ചു. രസമുണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു. അതേ, ഞങ്ങൾ പത്മനാഭപുരം കൊട്ടാരത്തിലാണ് വന്നത്. അത് അവിടെ അടുത്താണെന്ന് അറിഞ്ഞതുകൊണ്ട്, ഇതിനു വേണ്ടി പ്ലാൻ ചെയ്തല്ല വന്നത്, പക്ഷേ അത് അടുത്താണെന്ന് അറിഞ്ഞതുകൊണ്ട് വെറുതെ ഒന്ന് വന്നതാണ്. പക്ഷേ 9 മണിക്ക് അവിടെ തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അതിനുള്ളൊരു പ്ലാൻ ഇല്ല, അതുകൊണ്ട് സമയവും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അത് അവിടെ കയറിയില്ല. എന്തായാലും പിന്നെ ഒരു ദിവസം ഉറപ്പായിട്ടും അവിടെ പോകുന്നതായിരിക്കും. എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്ത് നിന്ന് ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച്, ഒരു നല്ലൊരു ക്ലൈമറ്റൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.